പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്കറിയാം, ഹോപ്പ് പ്രോഗ്രാം കഴിഞ്ഞ ജനുവരി 12 ഈ വർഷം തുടങ്ങുമ്പോൾ അന്ന് വിവേകാനന്ദ സ്വാമികളുടെ ബർത്ത്ഡേ, അന്നാണ് നമ്മൾ തുടങ്ങിയത്. കേരളത്തിലുടനീളം ഈ ഹോപ്പ് പ്രോഗ്രാം ഇപ്പോൾ ഏകദേശം 1000-ഓളം അഭ്യാസികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ടൊരു നമ്മളെല്ലാ ആത്മീയ സാധകരും കടന്നു പോകേണ്ട ഒരു പരിശീലന പരിപാടിയാണ്. അപ്പം അതിൽ ഓരോ 13 അധ്യായങ്ങളുള്ളത്. അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതിൻ്റെ ഹാർട്ട്ഫുൾനെസ്സിലെ അടിസ്ഥാനപരമായിട്ടുള്ള പരിശീലനങ്ങളെക്കുറിച്ചാണ്. അതിലാണ് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത്. കാരണം എത്ര നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും പരിശീലനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പരിശീലനം, ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഹാർട്ട്ഫുൾനെസ് പരിശീലനം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളാണ്. അപ്പോൾ യോഗസൂത്രങ്ങളുടെ ആണ് ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. യോഗസൂത്രങ്ങൾ എന്ന് പറയുന്നത് ഷഡ്ദർശനങ്ങളിലെ ഒരു ഭാഗമാണ്. ഷഡ്ദർശനം എന്ന് പറഞ്ഞാൽ 6 ദർശനങ്ങൾ. വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 മഹർഷിമാർ യാഥാർത്ഥ്യത്തെ നോക്കിക്കണ്ട രീതി, അങ്ങനെയാണ് ഷഡ്ദർശനങ്ങൾ ഉണ്ടാകും. അപ്പം അതിലൊന്നാണ് പതഞ്ജലി യോഗസൂത്രൻ. മറ്റുള്ളതിൽ വരുന്നത് സാഖ്യയോഗം എന്ന് പറഞ്ഞിട്ട് കപില മഹർഷിയുടെ സാഖ്യയോഗം, അതാണ് ഒന്ന്. പിന്നെ കണാദ മഹർഷിയുടെ അണുവാദം, പിന്നെ ഗൗതമ മഹർഷിയുടെ ന്യായശാസ്ത്രം, പിന്നെ പതഞ്ജലി മഹർഷിയുടെ നമ്മളിപ്പോൾ പറയുന്ന യോഗസൂത്രങ്ങൾ, പിന്നെ ജൈമിനി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ പൂർവമീമാംസ, പിന്നെ വ്യാസഭഗവാന്റെ ഉത്തരമീമാംസ അല്ലെങ്കിൽ അദ്വൈതം. ഇങ്ങനെയാണ് 6 ദർശനങ്ങൾ. അപ്പോൾ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 6 മഹർഷിമാരും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ജീവിത ലക്ഷ്യം എന്താണ് എന്ന് അവരുടേതായ രീതിയിൽ നോക്കിക്കണ്ട് നമ്മളോട് പറയുന്ന രീതി. ദർശനം എന്ന് വെച്ചാൽ അവർ കണ്ടത് എന്ന്. അപ്പോൾ ഈ പാരമ്പര്യ യോഗശാസ്ത്രത്തിൽ 44 സ്റ്റെപ്പുകളാണുള്ളത് മനുഷ്യൻ്റെ പരിപൂർണതയിലേക്ക് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന 44 വ്യത്യസ്തമായ സ്റ്റെപ്പുകളെ കുറിച്ച് പറയുന്നു. നമുക്ക് ഓർത്തിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകൾ. തുടങ്ങുന്നത് സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞിട്ട് 4 സാധനകളിൽ കൂടിയാണ് തുടങ്ങുന്നത്. വിവേകം, വൈരാഗ്യം, ഷഡ് സമ്പത്തി, മുമുക്ഷുത്വം എന്ന് പറയുന്ന സാധന ചതുഷ്ടയത്തിലൂടെ അങ്ങനെ തുടങ്ങി സമാധാനം അല്ലെങ്കിൽ ഈശ്വര സമർപ്പണം, അതിലവസാനിക്കുന്ന 44 സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഓർത്തിരിക്കാനേ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി? ലാലാജി മഹാരാജും ബാബുജി മഹാരാജും ഈ യോഗ സമ്പ്രദായത്തെ പരിഷ്കരിച്ചവർ. ഗൃഹസ്ഥാശ്രമിക്ക് ഇത് എങ്ങനെ ലളിതമായിട്ട് പരിശീലിക്കാം എന്നാണ് അവർ നോക്കിയിരുന്നത്. അപ്പം അവരുടെ ലാലാജി മഹാരാജും ബാബുജി രണ്ടുപേരും ഗൃഹസ്ഥാശ്രമികളായിരുന്നു. അപ്പം അവരുടെ ഗവേഷണമാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി. ഇതിനെക്കുറിച്ച് ബാബുജി മഹാരാജ് സത്യോദയത്തിലെ സാക്ഷാത്കാരം എന്നുള്ള അധ്യായത്തിലാണ് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ
44 സ്റ്റെപ്പുകൾ ലളിതമാക്കി എന്ന് ചോദിച്ചാൽ അതിനാണ് അവർ സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി ട്രാൻസ്മിഷൻ, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ആ സ്പന്ദനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് അവർ പകർന്നു തന്നുകൊണ്ടാണ് ഇത് ഇത്ര ലളിതമായിട്ട് മാറിയത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള യോഗ സമ്പ്രദായമാണിത്. അപ്പോൾ പ്രാണാഹുതിയാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാനം. പ്രാണാഹുതി സ്വീകരിക്കാവുന്ന രീതിയിൽ നമ്മളെ ട്യൂൺ ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ലളിതമായിട്ടുള്ളൊരു പരിശീലന പദ്ധതി, അതിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ ശ്രദ്ധ വയ്ക്കുക. ഇത്രയും 2 കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. അപ്പോൾ പരിശീലനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, 3 പ്രാക്ടീസുകളും. സ്വഭാവം എന്ന് പറഞ്ഞാലോ, ഈ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി പരിഷ്കരിച്ചെടുക്കേണ്ടതാണ് നമ്മുടെ മനോഭാവം, നമ്മുടെ പെരുമാറ്റ രീതി, പ്രാപഞ്ചിക ലോകമായിട്ട് നമ്മൾ ഇടപെടുന്ന രീതി, നമ്മുടെ ലക്ഷ്യബോധം. ഇതിനെ ചേർത്തിട്ടാണ് സ്വഭാവം എന്ന് പറയും. ഇതിലാണ് പ്രധാനപ്പെട്ട ശ്രദ്ധ. അപ്പോൾ ആകെയുള്ള സാധനാ പദ്ധതി ഒരു 5% ഉള്ളൂ എങ്കിൽ ബാക്കി 95% സ്വഭാവത്തിൻ്റെ പരിഷ്കരണമാണ്. ഇപ്പോൾ സാധന 5% ഉള്ളൂ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നേരത്തിൽ നമ്മളുടെ എല്ലാ പരിശീലനവും കൂടി ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. 24 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 5% ഉള്ളൂ പരിശീലിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 15 വയസ്സിൽ തുടങ്ങി ഒരു 70 വയസ്സ് വരെ പരിശീലിക്കുകയാണെങ്കിൽ ഒരു 50 കൊല്ലത്തെ പരിശീലനം എന്ന് പറഞ്ഞാൽ 50 വർഷത്തിൻ്റെ 5%, 2.5 വർഷം 3 വർഷം നമുക്ക് സാധന പരിശീലിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ഈ സാധനയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ പരിഷ്കരിച്ചെടുക്കേണ്ടതാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സാധന 5% ഉള്ളൂ, ബാക്കി മനോഭാവം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സാധനയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, സ്വഭാവ രൂപീകരണം ഒഴിവാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇപ്പോൾ സ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനോഭാവവും പെരുമാറ്റ രീതിയും ലക്ഷ്യബോധം എന്ന് പറയും. എന്താണത്? എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിട്ടുള്ള മനോഭാവം നമ്മൾ സൂക്ഷിക്കുക. അപ്പം പോസിറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കുക എന്നുള്ള ഒരു ചോയ്സ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. അപ്പം എല്ലാ സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് തിരഞ്ഞെടുക്കലാണ് സ്വഭാവത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകത. അത് നമ്മൾ ബോധപൂർവം ചെയ്യണം. കാരണം നെഗറ്റീവിലേക്കാണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ പോവുക. ബോധപൂർവം നമ്മൾ നമ്മുടെ മനോഭാവത്തിനെ പരിഷ്കരിക്കേണ്ടതുണ്ട്. പെരുമാറ്റ രീതി എന്ന് പറഞ്ഞാലോ, അതിലും പോസിറ്റീവായിട്ട് പെരുമാറാൻ, നെഗറ്റീവായിട്ട് നമുക്ക് പെരുമാറാം. പോസിറ്റീവ് പെരുമാറ്റ രീതി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ മൃദുവായിട്ട് പെരുമാറുക, സ്നേഹത്തോട് പെരുമാറുക, വിനയത്തോട് പെരുമാറുക. ഇതും ബോധപൂർവം നമ്മൾ ചെയ്യുന്നതാണ്. പെരുമാറ്റത്തിലും നമ്മൾ നെഗറ്റീവ് സൈഡ് എടുത്താൽ അപ്പം തന്നെ നമ്മുടെ ആന്തരിക നില നഷ്ടപ്പെടുന്നു. നമുക്കറിയാം, നമുക്ക് അല്പം ദേഷ്യം വന്നാൽ മതി, നമ്മുടെ ഹൃദയത്തിൻ്റെ നില വ്യത്യസ്തമാണ്, നമുക്കറിയുന്നതാണ്. അതാണ് പെരുമാറ്റ രീതിയിലെ പോസിറ്റീവ് സൈഡ് എന്ന്. ലക്ഷ്യബോധം എന്ന് പറഞ്ഞാലോ, ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഈശ്വര സാക്ഷാത്കാരം, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണതയാണ്. മറ്റൊന്നും തന്നെ ജീവിത ലക്ഷ്യമല്ല. ഇത് നമ്മുടെ ബോധത്തിൽ നമ്മൾ ഓർപ്പിക്കണം. അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം. ഏത് സാഹചര്യത്തിലും, ഏത് ഭൗതിക സാഹചര്യത്തിലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആത്മാവ് ഈ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള ബോധം നമ്മൾ ഓർപ്പിക്കും. ഇത് 3 കൂടിയായി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമായി എളുപ്പമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. അതിലേക്ക് സാധന നമ്മളെ സഹായിക്കും.
മെഡിറ്റേഷനും ക്ലീനിങ്ങും പ്രേയർ. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട വസ്തുത. ഇനി പരിശീലനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ധ്യാനം ആണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ. അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാം ധ്യാനം എന്തിനാണെന്ന് ചോദിച്ചാൽ മനസ്സിന് ശാന്തി കിട്ടാനാണെന്ന് പറയും, അല്ലെങ്കിൽ മനസ്സിനെ ക്രമീകരിക്കാനാണെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധയില്ല, ശ്രദ്ധ കിട്ടാനാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയും. ഇതൊക്കെ ധ്യാനത്തിൻ്റെ ഗുണവിശേഷങ്ങളാണ്. നമ്മൾ ഡിക്ഷണറിയിലെടുത്ത് ധ്യാനത്തിൻ്റെ അർത്ഥം എന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എടുത്തിട്ട് അതിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നുള്ളതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആശയത്തെക്കുറിച്ചോ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതിൽ എഴുതിൻ്റെ അർത്ഥം. അപ്പം ഉപനിഷത്തുകളിലൊക്കെ എന്താണ് ധ്യാനം എന്ന് ചോദിച്ചാൽ ഈശ്വരനിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ധ്യാനം തന്നെ ഈശ്വരനാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരാശയത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു വസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യം അതിൻ്റെ രൂപമാണ് നമ്മുടെ ഉള്ളിൽ വരിക. പിന്നെ അതിനോട് ബന്ധപ്പെട്ട ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവവും വരും. ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു ആശയത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിച്ചാൽ ഒരു രൂപവും വരും, ഗുണവിശേഷങ്ങളാണ് നമുക്ക് സാധാരണ വരിക. അപ്പോൾ ഈശ്വരനിൽ ധ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ രൂപം എന്താ നമുക്കറിയില്ല, രൂപം ഉണ്ടോ ഇല്ലയോ തന്നെ നമുക്കറിയില്ല. മതങ്ങളിലൊക്കെ കാണുന്ന അവരുടെ സങ്കല്പങ്ങളാണ്. ഈ ഈശ്വരൻ്റെ ഗുണവിശേഷങ്ങൾ എന്താ വെച്ചാൽ അതും നമുക്കറിയില്ല, ഗുണവിശേഷങ്ങൾ ഉണ്ടോ ഇല്ലേ, എന്താണ് ഗുണവിശേഷം നമുക്കറിയില്ല. അതായത് ഒരിക്കലും നമുക്ക് ഈശ്വരനിൽ ധ്യാനിക്കാൻ സാധ്യമല്ല എന്നാണ്. കാരണം ഈശ്വരൻ ഒരു വസ്തുവല്ല, ഒരാശയമല്ല, എന്താണെന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യാം? അപ്പോഴാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആചാര്യന്മാർ ധ്യാനം എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നോക്കും. ധ്യാനം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ 2 വാക്കുകൾ ചേർന്നത് ധീ പ്ലസ് യാൻ എന്നാണ് ധ്യാനം. ധീ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ ഉന്നതമായ അവസ്ഥ ആണ്. യാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിന് ധ്യാനം എന്ന് പറയും. ഈ വഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇന്ധനം വേണം ഈ വാഹനത്തിന്. ആ ഇന്ധനമാണ് ഹാർട്ട്ഫുൾനെസ്സിലെ സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാണാഹുതിയുടെ അഭാവത്തിൽ നമുക്ക് ബോധത്തിൻ്റെ വികാസം അസാധ്യമാണ്. ആ പ്രാണാഹുതിയുടെ ഉറവിടമാണ് ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ തത്വം നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന പരിശീലനം കൊണ്ടല്ല, പ്രാണാഹുതി കൊണ്ടാണ് നമ്മൾ പുരോഗമിക്കുന്നത് എന്നുള്ളത്. ഇത് കേനോപനിഷത്ത് എന്നുള്ളൊരു ഉപനിഷത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. അതിൽ പറയും മനുഷ്യൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ, 3 രീതിയിലാണ്. ഈ 3 എണ്ണത്തിനെയും സമഗ്രമായിട്ട് വികസിപ്പിക്കലാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്നാണ്. നമ്മുടെ ജീവിത ഉദ്ദേശം അതാണ്. എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിന് പരിപൂർണമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറുന്നത്. ശരീരത്തിനെ പരിപോഷിപ്പിക്കാൻ നമുക്കറിയാം, ഭക്ഷണം, സമീകൃതമായിട്ടുള്ള ഭക്ഷണവും അല്പം എക്സസൈസും ഉണ്ടായാൽ മതി. മനസ്സിനെ പരിപോഷിപ്പിക്കാനോ നമ്മൾ അറിവ് നേടണം, മഹത് വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപഴകണം. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് വികസിക്കുക. ആത്മാവിൻ്റെ വികസനത്തിനോ അതിന് കേനോപനിഷത്തിലെ പ്രാണസ്യ പ്രാണാണ്, പ്രാണൻ്റെ പ്രാണനാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നാണ്. അതാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്. ഒരാളുടെ പ്രാണൻ മറ്റൊരാളിലേക്ക് സംപ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതമായിട്ടുള്ള പ്രാണനേ ഉള്ളൂ.
നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള യോഗി, അദ്ദേഹം ഈ അനന്തമായിട്ടുള്ള സ്രോതസ്സുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അനന്തതയിൽ നിന്നാണ് നമുക്ക് സംപ്രേഷണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനൊരു അറ്റമില്ലാത്ത ഈ പ്രാണാഹുതിക്ക് എത്ര വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നർത്ഥം. ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് സ്വീകരിക്കണമല്ലാതെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഒരു യോഗി അത് സ്വീകരിച്ച് നമ്മളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ് പ്രാണാഹുതി. അപ്പോൾ അത് അനന്തമായ ഉറവിടമാണത്. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം. ഇനി പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യുന്ന ധ്യാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ധ്യാനം ഫലപ്രദമാക്കാൻ നമ്മൾ എന്താ ചെയ്യാമെന്ന്. രാവിലെ 1 മണിക്കൂറാണ് നമ്മളോട് ധ്യാനിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് ബാബുജി മഹാരാജ് 3 നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് എങ്ങനെ ധ്യാനിക്കാം. ഒന്ന്, പുലരും മുമ്പ് ഉണർന്ന് ധ്യാനിക്കാനാണ് പറഞ്ഞത്. അതായത് സമയം പ്രധാനമാണെന്നർത്ഥം. പുലരും മുമ്പ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ട്. നമ്മളും സന്തുലിതാവസ്ഥ നേടാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ ഈ സന്തുലിതാവസ്ഥയുടെ മറ്റൊരു പേരാണ് സമാധി, നേടാൻ നമുക്ക് പുലരും മുമ്പ് ഉണർന്ന് ധ്യാനിക്കാനും സാധിക്കും. അപ്പോൾ സമയം പ്രധാനമാണ്. പുലരും മുമ്പ് ഉണരുക, ഇതാണ് നിർദ്ദേശം. പിന്നെ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരേ സ്ഥലത്തിരുന്ന് എപ്പോഴും ധ്യാനിക്കാൻ. ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലവും ഇരിപ്പിടവും വേണമെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരേ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ആശ്രമത്തിൽ വന്ന് ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ധ്യാനിക്കുന്നതിനേക്കാൾ വ്യത്യാസം അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ആശ്രമം എന്ന് പറയുന്നത് ധ്യാനിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ സ്പന്ദനങ്ങളിലൂടെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് ധ്യാനത്തിലേക്ക് പോകാൻ പറ്റും. ഇപ്പം നമ്മളെ വീട്ടിലൊരു പ്രത്യേക ചെയർ നമ്മളിട്ടിട്ട് അതിലിരുന്നാണ് എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരുന്നിട്ടാണ് ധ്യാനിക്കണമെങ്കിൽ, ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ ആ സ്ഥലത്തിനൊരു ചാർജ് അനുഭവപ്പെടും നമ്മുടെ ധ്യാനം കൊണ്ട്. പിറ്റേ ദിവസം നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരേ സ്ഥലത്തിരുന്ന് ധ്യാനിക്കണം. അപ്പം അത് പ്രധാനമാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, ഒരേ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസനം ഒരേ മാതിരി ആയിരിക്കണം. എങ്ങനെ ഇരുന്ന് ധ്യാനിക്കണം എന്ന് പറയും. ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരേ രീതിയിലിരിക്കണം. പല രീതിയിൽ നമ്മൾ ഈസി ചെയറിലിരിക്കും, പലതരത്തിലുള്ള കസേരകളിൽ, അതിൽ പല രീതിയിൽ നമ്മളിരിക്കും. അപ്പോൾ ശരീരം ഒരു ആൻറ്റിന പോലെ ഉണ്ടാവണം എന്നാണ്. അതായത് നമ്മുടെ നെഞ്ചും കഴുത്തും തലയും ഒരേ സ്ട്രെയിറ്റ് ലൈനിലുണ്ടാവണം. നട്ടെല്ല് നിവർത്തിയിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഈ വാരിയെല്ലുകളിലാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, നട്ടെല്ലല്ല. അതിനെന്ത് വേണം? നെഞ്ചും കഴുത്തും തലയും ഒരേ ലൈനിലായാലും അങ്ങനെ സാധിക്കുള്ളൂ. തുടക്കത്തിലാണ് കേട്ടോ. ധ്യാനത്തിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ കുറച്ച് മാറും. അതുകൊണ്ട് വിരോധമില്ല. തുടക്കത്തിൽ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ തുടക്കത്തിലേ നമ്മൾ വളഞ്ഞ് ഇരുന്നിട്ട് ശീലിക്കരുത്. അപ്പോൾ നമ്മുടെ ആസനത്തിന് അദ്ദേഹം കൊടുക്കുന്ന നിർവചനം സ്ഥിരം സുഖം ആസനം എന്നാണ്. സ്ഥിരമായിട്ട് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു ഇരിപ്പ്. അതായത് ആ ഇരിപ്പിലിരുന്നാൽ, ഏത് ഇരിപ്പിലിരുന്നാലാണോ നമുക്ക് സുഖമായിട്ട് കുറച്ച് നേരം ധ്യാനിക്കാൻ പറ്റുക. ഈ ശരീരം നമ്മളെ അസ്വസ്ഥമാക്കാതിരിക്കുക. ചില രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ശരീരം നമുക്ക് വേദന എടുക്കും. അങ്ങനെ പാടില്ല. അപ്പോൾ ഒരേ സമയം പുലരുന്നതിന് മുമ്പ്, ഒരേ സ്ഥലം, ഒരേ തരത്തിലുള്ള ആസനം. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. വളരെ ലളിതമായ നിർദ്ദേശങ്ങളാണ്, പക്ഷേ ഇത് ധ്യാനത്തിൻ്റെ ആഴത്തിനെ ബാധിക്കും. മറ്റൊന്ന് ശാരീരികവും മാനസികവുമായ പരിശുദ്ധിയാണ്. ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ അഴുക്കാണെങ്കിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ
ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അഴുക്കായിട്ടല്ല പോവുക, കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഡ്രസ്സിൽ പോകണമെൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ശാരീരികമായിട്ടുള്ളൊരു പരിശുദ്ധി, നമ്മളെ ശരീരത്തിൻ്റെ പരിശുദ്ധിയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും കൂടിയിട്ടൊരു ബന്ധം വേണമെന്ന്. അപ്പോൾ ശാരീരികമായ പരിശുദ്ധി, നമ്മളൊന്ന് കുളിച്ചിട്ടാണ് ധ്യാനത്തിന് ഇരിക്കണമെന്ന് നോക്കിയാൽ രാവിലെ എഴുന്നേറ്റിട്ട് ധ്യാനം കൂടുതൽ ശക്തമായിരിക്കും. കുളിക്കുന്നതിന് വളരെ പ്രത്യേകതയുണ്ട്. വെള്ളം ശരീരത്തിൽ നമ്മൾ വന്നു വീഴുമ്പോഴേക്കും നമ്മുടെ മനസ്സിനൊരു ഉണർവ് വരും. അതിന് കാരണം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലൊന്നാണ്. അതുപയോഗിച്ചിട്ടാണ് നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വെള്ളം എപ്പോൾ തൊട്ടാലും നമുക്ക് അപ്പോൾ മനസ്സിന് ഉണർവ് വരും. വെള്ളം എടുത്ത് മുഖത്ത് നമ്മൾ ഒന്ന് മുഖം കഴുകിയാൽ നമുക്ക് ഒരു ഉത്സാഹം തോന്നുന്നില്ലേ? അതിന് കാരണം അതാണ്. ഒന്ന് കുളിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ധ്യാനം വളരെ ഫലപ്രദമാണ്. അത് ശാരീരിക. അതിനേക്കാൾ പ്രധാനമാണ് മാനസികമായ പരിശുദ്ധി. മാനസികമായ പരിശുദ്ധിക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ധ്യാനത്തിന് മുമ്പ് അല്പം നേരം ശുദ്ധീകരണം ചെയ്യണം. നമ്മൾ സാധാരണ വൈകുന്നേരം ചെയ്യണ ശുദ്ധീകരണം ഒരു 5 മിനിറ്റ് രാവിലെയും ചെയ്യാം. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ശുദ്ധി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് തയ്യാറെടുപ്പ്. അപ്പോൾ സമയം, സ്ഥലം, ഇരിപ്പിടം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിശുദ്ധി, ഇതാണ് തയ്യാറെടുപ്പ്. പിന്നെയാണ് എന്ത് മനോഭാവത്തിലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനെ ബാബുജി മഹാരാജ് രണ്ടാമത്തെ നിർദ്ദേശം പറഞ്ഞു, ഈശ്വരനുമായിട്ടുള്ള പൂർണ്ണ ഏകത്വമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ധ്യാനിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഓർമ്മ വേണം, ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ പരിപൂർണത, അത് നേടിയെടുക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, വേറെ ഒരു ഉദ്ദേശവും എൻ്റെ ജന്മത്തിനില്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഓർപ്പിക്കുക. അത് ലക്ഷ്യബോധം, അതൊരു മനോഭാവമായിട്ട് കൊണ്ടുവരണം. ആ ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ത്വര വേണം, എനിക്ക് പുരോഗമിക്കണം എന്നുള്ളത്. അപ്പം ഇനി എന്ത് ഭാവത്തിൽ നമ്മൾ ധ്യാനിക്കുക? ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദിവ്യത്വവുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോണത്, ഇത് പുറത്തല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ണടയ്ക്കണം. അപ്പോൾ ആ ഉള്ളിലുള്ള ദിവ്യത്വവുമായി കണക്ട് ചെയ്യാനുള്ള പ്രേമവും ഭക്തിയും. ഭക്തി എന്ന് പറഞ്ഞാൽ കണക്ഷനാണ്. സ്നേഹഭാവത്തിൽ, അതാണ് പ്രേമം എന്ന് പറയുന്നത്. സ്നേഹഭാവത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ടത്. എന്താ കാരണം? സ്നേഹമാണ് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത്. നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ സ്നേഹം കൊണ്ടല്ലേ. ഈശ്വരനുമായിട്ടുള്ള ബന്ധവും സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില മതങ്ങളിൽ ഈശ്വരൻ സ്നേഹമാവുന്നു എന്ന് പറയും. അപ്പോൾ സ്നേഹത്തിലാണ് ഈ കണക്ഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സ്നേഹഭാവം, ഭക്തി, കണക്ഷൻ, അങ്ങനെ വേണം നമ്മൾ ഇരിക്കാൻ. അപ്പോൾ ആ കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത് ധ്യാനത്തിന് മുമ്പായിട്ട്. അപ്പോൾ പ്രേമവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ഉന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുകയാണ്. അപ്പം ഇതിൽ ഭാവം, ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം സങ്കല്പം എന്താണ്. ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് കണ്ണടച്ച് വെറുതെ ഇരിക്കുക വേണ്ടു. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞതാണ് സാക്ഷിഭാവമാണ്. വെറുതെ ഇരിക്കാനാണ് ബുദ്ധിമുട്ട്. എന്താ കാരണം? മനസ്സിങ്ങനെ ചിന്തകളുടെ പിന്നാലെ പോയി നമ്മളെല്ലാത്തിലും പോയി പങ്കെടുക്കും, കക്ഷി ചേരും നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കണം, എന്ത്? ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ദിവ്യത്വത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ തന്നെ ഓർമ്മിക്കുക. അപ്പോൾ അതിലേക്ക് വരുന്നത് അതിനാണ് സാക്ഷിഭാവം, നിസ്സംഗഭാവമാണ്. അപ്പോൾ സാക്ഷിഭാവവും സ്നേഹഭാവമാണ് ധ്യാനിക്കാൻ വേണ്ട ഭാവങ്ങൾ. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനോടും വെറുപ്പില്ലാത്ത അവസ്ഥ, അത്രയേ ഉള്ളൂ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉള്ളൊരു സങ്കല്പമായിട്ട് വയ്ക്കുക, എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനോടും വെറുപ്പില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹമയമാവും. സാക്ഷി എന്ന് പറയുമ്പോൾ ചിന്തകൾ വരുമ്പോൾ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കും, അതാണ് സാക്ഷി. അല്ലാതെ ആകുമ്പോൾ നമ്മൾ കക്ഷി ചേരും ചിലപ്പോൾ, എന്നാലും നമ്മൾ കക്ഷി ചേരും.
കക്ഷി ചേരുമ്പോൾ പതുക്കെ ഇതിനെ ഓർമ്മിപ്പിക്കുമ്പോൾ മനസ്സ് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഈ മനോഭാവം പ്രത്യേകമാണെന്ന്. 95% മനോഭാവം എന്ന് പറയും. ഇത് മുഴുവൻ തയ്യാറെടുപ്പാണ്. ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ണടച്ചിരിക്കുക വേണ്ടു മാത്രമേ വേണ്ടൂ. തയ്യാറെടുപ്പാണ് കൂടുതൽ. അതുകൊണ്ടാണ് 95% മനോഭാവമാണ്, 5% സാധനയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനത്തിന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കേണ്ടത്. പിന്നെ 1 മണിക്കൂറാണ് നമുക്ക് ധ്യാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയം. അപ്പോൾ തുടക്കത്തിൽ അത്രയും സമയം തന്നെ നമ്മൾ ധ്യാനിക്കാൻ ശ്രദ്ധിക്കും. ഇത്രയും കാര്യങ്ങളായാൽ നമ്മുടെ ധ്യാനം ശരിയായി. പിന്നെ തുടർച്ചയായിട്ടുള്ള ധ്യാനത്തിലൂടെ നമുക്ക് വളരെ സ്വാഭാവികമാവും ധ്യാനം. നമ്മൾ കണ്ണടച്ച് ഈ സങ്കല്പങ്ങളെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ ആഴത്തിൽ ധ്യാനത്തിലേക്ക് പോകുന്നതായിട്ട് കാണും. ഇപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പ്രാണാഹുതി വന്ന് വളരെ പെട്ടെന്ന് നമ്മൾ ബോധത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രാണാഹുതിയാണ്. അപ്പോൾ ആ തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ധ്യാനം എന്ന് പറഞ്ഞത്. ഇനി ശുദ്ധീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങൾ, സങ്കീർണതകൾ, ഇതാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ശുദ്ധീകരണത്തിന് എന്ത് രീതിയിലുള്ള മനോഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ധ്യാനിക്കുന്നതാണ്. സൂര്യാസ്തമയത്തോടു കൂടി ധ്യാനിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത്. ധ്യാനമല്ല, ശുദ്ധീകരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശുദ്ധീകരണത്തിൽ നമ്മൾ നമ്മുടെ ഇച്ഛാശക്തി പ്രയോഗിക്കുന്നു. ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സങ്കല്പശക്തി. അപ്പോൾ നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി നമ്മൾ പ്രയോഗിക്കുന്നു ഇവിടെ. സങ്കല്പശക്തി എന്ന് പറഞ്ഞാലോ ഇച്ഛാശക്തിയും ചിന്താശക്തിയും ചേർന്നാണ് സങ്കല്പശക്തി എന്ന്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്താ അത് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ചിന്താശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നു. അതാണ് ചിന്താശക്തി. ചിന്തകൾ ചിലത് നമ്മൾ പ്രായോഗികമാവും, ചിലത് പ്രായോഗികമാവില്ല. അപ്പോൾ ഈ ചിന്തയ്ക്ക് ഇച്ഛയുടെ ശക്തി കൂടി കൊടുക്കുമ്പോഴാണ് ഈ ചിന്ത വേഗം തന്നെ പ്രായോഗികമാവുന്നത്. അതായത് ഈ ചിന്ത എത്ര ആഴത്തിൽ നിന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സങ്കല്പശക്തിയുടെ ശക്തി. അതുകൊണ്ടാണ് ഇച്ഛാശക്തിയും ചിന്താശക്തിയും ചേർന്നതാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആഴത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് നമ്മൾ സങ്കല്പങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ സങ്കല്പം കൂടുതൽ ശക്തമായി. നമ്മൾ ഉപരിതലത്തിൽ നിന്നാണ് ഈ സങ്കല്പങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ സങ്കല്പത്തിന് അത്ര ശക്തി ഉണ്ടാവില്ല. അതായത് നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ ബോധത്തിനെ സെറ്റിൽ ചെയ്തതിന് ശേഷം വേണം ഈ ചിന്ത പ്രയോഗിക്കാൻ. ഇപ്പോൾ വൈകുന്നേരം ശുദ്ധീകരണത്തിനിരിക്കുക, നമ്മൾ പല പല കാര്യങ്ങളിലും ഇടപെട്ടിട്ട് നമ്മുടെ ബോധം ഉപരിതലത്തിലായിരിക്കും, ഹൃദയത്തിൻ്റെ ആഴത്തിലല്ല ആ സമയത്ത് ബോധം. അപ്പോൾ പതുക്കെ നമ്മുടെ ബോധത്തിനെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയതിന് ശേഷം വേണം ഈ സങ്കല്പം പ്രയോഗിക്കാൻ. ധ്യാനത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ സങ്കല്പം. അതിനെന്ത് വേണം? നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ബോധം സെറ്റിൽ ചെയ്യണമെങ്കിൽ അല്പം നേരം ധ്യാനിക്കണം. ഹൃദയത്തിലെ ദിവ്യപ്രകാശം എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ പോയാൽ നമ്മുടെ ബോധം ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പോകും. അങ്ങനെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ബോധം സെറ്റിലായി കഴിഞ്ഞാലാണ് നമ്മളൊരു ചിന്ത പ്രയോഗിക്കേണ്ടത്. എന്താണ്? എൻ്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും സങ്കീർണതകളും പിൻഭാഗത്തുകൂടെ പുകയോ ആവിയോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ശുദ്ധീകരണത്തിന് മുമ്പ് അല്പനേരം ധ്യാനിക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തി പ്രബലമാക്കും. നേരത്തെ ധ്യാനത്തിന് മുമ്പ് അല്പനേരം ശുദ്ധീകരണം ചെയ്യുന്നത് ധ്യാനം കൂടുതൽ ശക്തമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മൾ ധ്യാനത്തിലാണ് ഇരിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് കുറച്ച് നേരം ശുദ്ധീകരണം ചെയ്യണം. ശുദ്ധീകരണത്തിന് ഇരിക്കണമെങ്കിൽ നമ്മൾ അതിന് മുമ്പ് കുറച്ച് സമയം ധ്യാനം ചെയ്യണം. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, നമ്മുടെ സങ്കല്പശക്തി പ്രബലമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശുദ്ധീകരണത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇച്ഛാശക്തിയുടെ പ്രയോഗമുണ്ട്, സങ്കല്പശക്തിയുടെ പ്രയോഗമുണ്ട്. സങ്കല്പശക്തി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയും ചിന്താശക്തിയും ചേർന്നതാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രയോഗിക്കുമ്പോഴാണ് സങ്കല്പശക്തി ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇരിക്കുന്നത്. ഇതാണ് ശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണം. പിന്നെ ഒരു ചിന്ത പ്രയോഗിക്കുക അപ്പോഴേക്കും ശുദ്ധീകരണം നടക്കാൻ തുടങ്ങും. ഇതിൽ എന്ത് മനോഭാവമായിരിക്കണം നമ്മൾ ശുദ്ധീകരണത്തിൽ? നമ്മളുടെ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. അതിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ശക്തിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പം നമ്മൾ ആ സങ്കല്പം കൂടി പ്രയോഗിക്കുക. അതായത് എൻ്റെ ഇച്ഛാശക്തിയുടെ പിൻബലമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ ഇച്ഛാശക്തി കൂടി ചേർത്താണ് ഞാൻ ഈ ക്ലീൻ ചെയ്യണമെന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ ശുദ്ധീകരണം വളരെ ഫലപ്രദമാണ്. അപ്പോൾ നമ്മൾ മാസ്റ്ററുടെ സപ്പോർട്ടും കൂടി എടുക്കുകയാണ് ശുദ്ധീകരണത്തിന്. അപ്പോൾ ശുദ്ധീകരണത്തിൽ നമ്മുടെ മനോഭാവം വിനയമായിരിക്കണം. നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് ഇതിനും. ഒരു വിനയഭാവത്തിലാണ് നമ്മൾ ശുദ്ധീകരണത്തിന് ഇരിക്കേണ്ടത്. ആ വിനയാന്വിതരായിട്ടിരുന്നിട്ട് ഈ സങ്കല്പങ്ങൾ പടിപടിയായിട്ട് പ്രയോഗിക്കുമ്പോൾ കാണാവുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ശുദ്ധീകരണമായിരിക്കും. ശുദ്ധീകരണം ഫലപ്രദമാണെന്ന് നമ്മളെങ്ങനെ അറിയും? നമ്മൾ ഒരു പ്രിസെപ്റ്റർ എടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സിറ്റിംഗ് എടുത്ത പോലെ നമുക്ക് ലൈറ്റ്നെസ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഈ ശുദ്ധീകരണം ഫലപ്രദമായത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്ന് പറയുന്നത് വിനയമാണ്. പിന്നെ ഇതാണ് ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സൂര്യാസ്തമയത്തിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. അതിന് കാരണം അതാണ്, നമ്മൾ പുലരുന്നതിന് മുമ്പും സന്ധ്യാസമയത്തും പ്രകൃതിയിലെ ബാലൻസ് ഉണ്ട്. അതാണ് അതിന് കാരണം. ഇനിയുള്ള പരിശീലനം അതാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇവിടെ ഉപയോഗിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാണാഹുതിയുടെ സ്വിച്ച് മാതിരി ഉപയോഗിക്കുന്നതാണ്. ഈ പ്രാർത്ഥന ചെയ്താൽ പ്രാണാഹുതി നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാണാഹുതി കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചെയ്യണം നമ്മൾ. ഇപ്പം ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥന ഒരു സ്വിച്ചാണ്. സ്വിച്ച് ഇട്ടാൽ ഫാൻ അല്ലെങ്കിൽ ഇത് കറങ്ങുന്ന പോലെ പ്രാർത്ഥന ചെയ്ത ഉടനെ പ്രാണാഹുതി ഒഴുകായി. ഇപ്പോൾ പ്രാർത്ഥനയുടെ മുമ്പ് എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ശരണാഗതി ഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു ഉന്നതമായ ബോധത്തിൻ്റെ ഉടമയായിട്ടുള്ള ഗുരുവിനോട് അല്ലെങ്കിൽ ഈശ്വരനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ ആ പ്രാർത്ഥനയുടെ പിന്നിൽ ശരണാഗതി ഭാവം ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ആ ശരണാഗതി ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചെയ്യാൻ. അതായത് സാധാരണ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഈശ്വരന് മുമ്പിൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യാചന നടത്തുന്ന പ്രാർത്ഥനയാണ് നമുക്ക് ശീലമുള്ളത് മുഴുവൻ മതങ്ങളിലൊക്കെ. എനിക്കത് വേണം, ഇത് വേണം, ആരോഗ്യം വേണം, ധനം വേണം, കുട്ടികൾക്ക് ആരോഗ്യം വേണം, അവരുടെ കല്യാണം കഴിയണം, ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മൾ സാധാരണ മതങ്ങളിൽ ഈശ്വരൻ്റെ മുമ്പിൽ വയ്ക്കുക. അപ്പോൾ യാചനയാണത്. അതുകൊണ്ട് ഹാർട്ട്ഫുൾനെസ്സിലും പറയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാചനയാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ യാചനയല്ല, ആയിത്തീരലാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യത്വമായിട്ട് നമ്മൾ മാറുന്നതാണ് ധ്യാനം. അപ്പോൾ ഒന്ന് യാചനയാണ്, മറ്റൊന്ന് ആയിത്തീരലാണ്. പക്ഷേ ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മൾ പറഞ്ഞു, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാചനയാണ്. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് യാചന എന്നുള്ള പ്രവൃത്തിയല്ല, യാചന എന്നുള്ള മനോഭാവമാണ്. യാചന എന്നുള്ള മനോഭാവം എന്ന് പറയുന്നതാണ് ശരണാഗതി ഭാവം. ഇപ്പോൾ യാചകൻ്റെ ഭാവം എന്താണ്? നമ്മൾ കൈ നീട്ടണു, എന്താണ് തരില്ലെന്ന് നമുക്കറിയില്ല. അപ്പോൾ
യാചനാ മനോഭാവത്തിലാണ് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നത്. ശരണാഗതി ഭാവം, വിനയാന്വിതനായി ശരണാഗതി ഭാവത്തിലാണ് ഈ പ്രാർത്ഥന ചെയ്യുന്നത്. അത് ചെയ്യുന്നത് നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പാണ്, ഉറങ്ങുന്നതിൻ്റെ മുമ്പാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്നതോടുകൂടി പ്രാണാഹുതി നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോവുക. അപ്പോൾ ഉറങ്ങുന്ന സമയം അത്രയും നമ്മൾ ഈ പ്രാണാഹുതി ഒന്നും അറിയുന്നുണ്ടാവും. അതായത് സാധാരണ നമ്മൾ കിടന്നുറങ്ങുക എന്നുള്ള അർത്ഥത്തിൽ ആണ് നമ്മൾ ചെയ്യുക. അപ്പം ഈ പ്രാർത്ഥന ചെയ്ത് ഉറങ്ങുന്ന സമയത്ത് രാത്രി മുഴുവൻ നമ്മൾ പ്രാണാഹുതി സ്വീകരിക്കും. അപ്പോൾ ഉറക്കം പോലും ഒരു ഈശ്വരസ്മരണയായിട്ട് മാറുന്നു. ഉറക്കത്തിലും നമ്മൾ ദിവ്യസ്മരണയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത, ഇന്ന് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന ഉപയോഗിക്കണം. ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ധ്യാനത്തിന് മുമ്പ്, ശുദ്ധീകരണം കഴിഞ്ഞ് ധ്യാനത്തിന് മുമ്പും ഒരു പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് ഉണരുന്ന സമയത്ത് വീണ്ടും പ്രാർത്ഥനയാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഈ സംപ്രേഷണത്തിൽ അതിൻ്റെ അനുഭൂതിയിൽ നമ്മൾ ജീവിക്കാൻ, അല്ലെങ്കിൽ ദിവ്യസ്മരണയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന നമ്മൾ രാവിലെയും വൈകുന്നേരം പ്രയോഗിക്കണം. അപ്പം അതിന് മഹത്തായ ഒരു അർത്ഥമുണ്ട്. 24 മണിക്കൂറും നമ്മൾ ദിവ്യസ്മരണയിലായിരിക്കും, ശരണാഗതി ഭാവത്തിൽ നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നത്. അപ്പോൾ ഈ വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ നേരത്തുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്താ നമ്മൾ ചെയ്യുക? അന്നേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ സംഭവങ്ങളും ഒരു സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് പുനരാവിഷ്കരിച്ച് നോക്കുക. എവിടെയെങ്കിലും നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പപേക്ഷിക്കുക ഈശ്വരനോട്. അപ്പോൾ നമ്മൾ തെറ്റുപറ്റിയതിന് മാപ്പപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന മാതിരിയാണ്. എന്നിട്ട് അതൊക്കെ നമ്മൾ ഡയറിയിൽ എഴുതി വയ്ക്കുകയാണ്, അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഒരു സമർപ്പണ മനോഭാവം അവിടെ വരും. അപ്പോൾ ഈ അതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ സമർപ്പണ മനോഭാവവും ശരണാഗതിയും കൂടിയിട്ട് നമ്മൾ ഈ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് പ്രാണാഹുതി വന്ന് നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഉറങ്ങുക. അപ്പോൾ ഒരു യോഗനിദ്രയിലുണ്ടാവുക നമ്മൾ. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ യോഗയും നിദ്രയും കൂടി. യോഗ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും ആത്മാവും കൂടി ഒന്നിച്ച് ചേർക്കണതിനെ നമ്മൾ യോഗ എന്ന് പറയാം. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം, അതായത് ദിവ്യസ്മരണയിൽ ഉറങ്ങുന്നതിനെയാണ് നമ്മൾ യോഗനിദ്ര. അപ്പോൾ മൊത്തത്തിലുള്ള പരിശീലനം എത്രയാണ്? രാവിലെ ധ്യാനത്തിന് മുമ്പ് അല്പനേരം ശുദ്ധീകരണത്തിന് ശേഷം ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥന ചെയ്യും, പ്രാണാഹുതിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശുദ്ധീകരണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല. ശുദ്ധീകരണത്തിന് മുമ്പുള്ള മനോഭാവം നമ്മൾ പറഞ്ഞു വിനയം. ഉറങ്ങാൻ നേരത്ത് ഈ പ്രാർത്ഥന 1-2 പ്രാവശ്യം ചെയ്ത് അതിൻ്റെ അർത്ഥത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങും. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നവരെ നമ്മൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ആ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ജീവിത ലക്ഷ്യം മുഴുവൻ അതിലുണ്ട്. എന്താണ്? ഓ മാസ്റ്റർ, അങ്ങാണ് മാനവ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ലക്ഷ്യം എന്നെ ഓർമ്മിപ്പിക്കണം ആദ്യം. രണ്ടാമത്തെ വരി, ആഗ്രഹങ്ങൾക്ക് അടിമയായതുകൊണ്ട് എനിക്കത് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വഭാവ രൂപീകരണത്തിൻ്റെ ആവശ്യകത, ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത എന്നെ തന്നെ ഓർമ്മിപ്പിക്കണേ. അതാണ് രണ്ടാമത്തെ വരി. മൂന്നാമത്തെ വരിയിൽ അങ്ങയുടെ അനുഗ്രഹത്താൽ മാത്രമേ എനിക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരണാഗതി പ്രാപിക്കുന്നു. ഈ പ്രാർത്ഥനയിലെ 3 വരി നോക്കിയാൽ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, അത് അവിടെയും കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ പരിശീലനം ഈ മഹാഗുരുക്കന്മാർ, നമ്മൾ നേരത്തെ പറഞ്ഞു,
യോഗ സമ്പ്രദായത്തിൽ 44 സ്റ്റെപ്പുകൾ ഒഴിവാക്കിയിട്ട് ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടി ലളിതമായിട്ടുള്ള ഒരു പരിശീലനം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷമാണ് ഈ പരിശീലന രീതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അതിലൊന്നുപോലും ഒഴിവാക്കാനില്ല എന്നർത്ഥം. അപ്പോൾ ഈ പരിശീലന പദ്ധതിയും സ്വഭാവത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് ഈ ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാൻ കഴിയും. ആകെയുള്ള സമയത്തിൻ്റെ 5% പരിശീലനം വേണ്ടൂ. നമ്മളൊരു 70 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലത്തെ പരിശീലനം ആവശ്യമുള്ളൂ. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ഒരു ജന്മത്തിൽ ചെറിയ പരിശീലനത്തിലൂടെ സ്വഭാവത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതിലും ലളിതമാക്കിയിട്ട് ഒരു ആത്മീയ സമ്പ്രദായം നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതിന് സന്യാസം ആവശ്യമില്ല, കുടുംബം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. സാധാരണ ഗൃഹസ്ഥാശ്രമിക്കാണ് ഇതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം. അതുകൊണ്ടാണ് എല്ലാ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സും ഗൃഹസ്ഥാശ്രമികളാണ്, ആരും സന്യാസിമാരല്ല. അതായത് അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു തരാം, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. താങ്ക് യു. നമസ്കാരം.